പോലീസിൽ SHO സംവിധാനം മാറ്റാൻ നീക്കം ആരംഭിച്ചു. ADGP എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി DGPക്ക് റിപ്പോർട്ട് കൈമാറി. കൂടുതൽ കേസുകളുള്ളതും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ സ്റ്റേഷനുകളിൽ മാത്രം SHO സംവിധാനം നിലനിർത്തും. ബാക്കി സ്റ്റേഷനുകളിൽ SIമാർക്കായിരിക്കും ചാർജ്. ഷെഫീദ് റാവുത്തർ ചേരുന്നു. വീണ്ടും ഷെഫീദ് പറയൂ. പിണറായി സർക്കാരിന്റെ പോലീസിലെ വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്റ്റേഷനുകളുടെ ചുമതല അത് SIമാരിൽ നിന്ന് മാറ്റി SHOമാരിലേക്ക് കൊടുത്തൊരു സംഭവം. മാത്രവുമല്ല അത് പരാജയമാണ് എന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ അഭിപ്രായം ഉയരുകയും ചെയ്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് കഴിഞ്ഞ സർക്കാർ തയ്യാറായില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചുമതല ഏറ്റെടുത്ത് പോലീസ് ആസ്ഥാനത്തെത്തി ആദ്യം ചേർന്ന യോഗത്തിൽ തന്നെ ഇക്കാര്യം പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ ADGP എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നു. ആ സമിതി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഈ പോലീസിന്റെ കാര്യക്ഷമത കൂട്ടാനും കേസന്വേഷണം സുഗമമാക്കാനും ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കാനും SHO സംവിധാനം അവസാനിപ്പിക്കണമെന്നുള്ള ശുപാർശയാണ്. അതിൽ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. നിലവിൽ 484 സ്റ്റേഷനുകളിലെ 70 സ്ഥലങ്ങളിൽ ഇൻസ്പെക്ടർമാർ തുടരും. അത് കൂടുതൽ കേസുകളുള്ളതും നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ സ്റ്റേഷനുകളിലായിരിക്കും. ബാക്കി 414 സ്റ്റേഷനുകളിലും SIമാര് മടങ്ങിയെത്തുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല 2 അല്ലെങ്കിൽ 3 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതല SHOമാർക്ക് ഇൻസ്പെക്ടർമാർക്ക് നൽകും. അതിനു മുകളിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷനുകൾ ഉണ്ടാകും. 4 മുതൽ 6 സ്റ്റേഷനുകൾ വരെയാകും ഒരു ഡിവൈഎസ്പിയുടെ കീഴിൽ ഉണ്ടാവുക. ഏതായാലും ഈ റിപ്പോർട്ട് DGP ഉടൻ സംസ്ഥാന സർക്കാരിന് കൈമാറും. ഒരൊറ്റ മാസത്തിനുള്ളിൽ ഒറ്റഘട്ടമായി ഈ പുതിയ മാറ്റം നടപ്പിലാക്കാനാണ് ആഭ്യന്തര വകുപ്പ് നിലവിൽ ആലോചിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.